എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ശരി, നിനക്ക് വേണ്ടി എന്നെല്ലാം സഹിക്കും. ഞാൻ സാറിനെ ദൈവത്തെ പോലെ കാണുന്നത്. നിനക്കെന്നെ ദൈവത്തെ പോലെ മാത്രമേ കാണാൻ കഴിയൂന്നല്ലേ പറഞ്ഞത്. ഇനി അങ്ങോട്ട് നീ എന്നൊരു സാധാരണ മനുഷ്യനായി കാണും. ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം ഞാൻ അനുഭവിക്കുന്നത് നീ കാണും. അപ്പോഴെങ്കിലും എനിക്ക് നിന്നോടുള്ള സ്നേഹം നീ മനസ്സിലാക്കിയാൽ മതി. സർ, കാശ് അടച്ചിട്ടുണ്ട്. റൂം ബോയ് സാറിന് ബില്ല് കൊണ്ടും തരും. താങ്ക്സ് പ്രിയൻ. എന്താ സർ, വല്ലാത്തൊരു ക്ഷീണമുള്ളതുപോലെ? നല്ല ക്ഷീണമുണ്ട്. നന്നായിട്ടൊന്ന് ഉറങ്ങിയത് മാറിക്കോളും. സാർ ഇതുവരെ ഒന്നും കഴിക്കാത്തോണ്ടായിരിക്കും നല്ല ക്ഷീണം തോന്നുന്നത്. സർ, ഇവിടെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട്, നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കഴിച്ചാലോ? ഇല്ല പ്രിയൻ, ഞാൻ വരുന്നില്ല. ശരി സർ, സാർ ഇവിടെ റെസ്റ്റ് എടുത്തോ, ഞാൻ പോയി പാഴ്സൽ മേടിച്ചിട്ട് വരാം. പ്രിയൻ, എനിക്ക് യാത്ര ചെയ്യാൻ മടിയായതുകൊണ്ടല്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. എനിക്ക് ഭക്ഷണം വേണ്ട. അതെന്താ സാർ? ഇനി കുറച്ച് പട്ടിണി കിടന്ന് ശീലിക്കുന്നത് നല്ലതല്ലേ? സാർ ആരോടാ ഈ വാശി കാണിക്കുന്നത്? സ്വന്തം ആരോഗ്യം കളഞ്ഞിട്ടല്ല ജയിക്കാൻ നോക്കേണ്ടത്. ഇങ്ങനെ നിരാഹാരം കിടന്നിട്ട് എന്ത് നേടാനാ സാർ ഉദ്ദേശിക്കുന്നത്? ഇത് സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുള്ള എന്റെ ശ്രമമാണ്.